നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ഉണ്ടല്ലോ ജെഫോറി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നല്ല വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറേ അതായത് ഞാൻ ഇതിന് മുന്നൊരു കറിവേപ്പിൻ ചെടി നല്ല ബുഷിയായിട്ട് നിൽക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് മുതലേ ആരൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ഇങ്ങനെ ബുഷിയാക്കി എടുക്കുന്നത്, അല്ലെങ്കിൽ നല്ല ഇലയായിട്ട് വരുന്നതൊക്കെ കാണിച്ചായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതാണ്. അപ്പോൾ ഒരു കറിവേപ്പ് ചെടീനെ നമ്മളെങ്ങനെ നല്ല ഭംഗിയായിട്ട് വളർത്തിയെടുക്കാമെന്ന്. ഇപ്പോൾ ഒരു കറിവേപ്പ് ചെടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കൂടെ നമുക്ക് അത്യാവശ്യമായൊരു പ്ലാന്റ് ആണല്ലേ. അപ്പോൾ ആ ഒരു ചെടി ഒരു മുരടിപ്പൊന്നും ഇല്ലാതെ നല്ല ലീഫൊക്കെ ആയിട്ട് കിട്ടിയാലാണ് അതിൻ്റെ നല്ല ഭംഗിയോട് കൂടി ഇരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുക്കളത്തോട്ടത്തിലുള്ള കറിവേപ്പ് ചെടിയാണ് ഇത്. കണ്ടോ, നല്ല ചെടി, ചെറിയ ചെടിയാണ് അത്. കണ്ടോ, നല്ല ബുഷിയായിട്ട് നിന്ന് നിറച്ച് നല്ല തിളക്കമുള്ള ലീഫോട് കൂടിയാണ് കേട്ടോ നമ്മുടെ കറിവേപ്പ് ചെടി ഉണ്ടായി നിൽക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ചെടീനെ നമ്മളിങ്ങനെ ആക്കിയെടുക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. എല്ലാവരും കണ്ടില്ലേ നമ്മുടെ കറിവേപ്പ് ചെടി എങ്ങനെയാണ് ഇത്ര നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നതെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ കയ്യിൽ വേറൊരു പ്ലാന്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ മുരടിച്ച് വളരെ മോശമായാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ചെടിയിലാണ് നമ്മളിന്ന് പരീക്ഷണം നടത്തി കാണിക്കാൻ പോകുന്നത്. പരീക്ഷണം നടത്താൻ പോകുന്ന ചെടിയാണ് ഇത്. ഇത് കണ്ടോ, ഇതാണ്. ഇത് കുറേ നാളുകൾ മുന്നേ ഉള്ള എൻ്റെ ഒരു കറിവേപ്പിൻ ചെടിയാണ്. പക്ഷേ ഇത് കണ്ടോ, ഇപ്പോൾ ഇത് വളരെ അങ്ങോട്ട് ഇലകളെല്ലാം തീർന്ന് കമ്പ് മാത്രമായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്തു കൊടുക്കേണ്ടത് ഈ ചെടിയിലാണ്. ഇപ്പോൾ ഉണ്ടല്ലോ അത്യാവശ്യം മഴയൊക്കെ എല്ലാവരുടെയും നാട്ടിൽ കൂടെ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ മഴയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിലാണ് കേട്ടോ നമ്മുടെ കറിവേപ്പിന് നമ്മളിന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഒരു കറിവേപ്പിൻ ചെടിനെ കുറച്ച് താഴ്ത്തി തന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണേ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ കറിവേപ്പിനെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്ത് കൊടുക്കേണ്ടത്, നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ഫംഗിസൈഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇൻഡോഫിലാണ്. ഇനി നമുക്ക് സാഫാണെങ്കിൽ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. അപ്പോൾ അതൊരല്പം നമ്മളിങ്ങനെ എടുത്തിടുവാണ് കേട്ടോ. കുറച്ച് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ മഴയാണ് കേട്ടോ, അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ഇപ്പോൾ മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ഒരു ഫംഗിസൈഡ് ഉണ്ടല്ലോ, നമ്മൾ ചെറിയ രീതിയിലൊന്ന് കുഴമ്പ് പോലെ ഒന്നിങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് നനച്ച് കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് കൊടുത്തേക്കണേ ഇതിൻ്റെ ആ ഒരു ഭാഗത്തുണ്ടല്ലോ, എല്ലാ ഭാഗത്തൂടെ നമുക്കിങ്ങനെ ഈ ഫംഗിസൈഡ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് കൊടുത്തേക്കണേ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതിൽ നമ്മുടെ ഈ ഫംഗിസൈഡ് നമ്മൾ ഒന്ന് കുറച്ച് ഇതുപോലെ വല്ല ബ്രഷിലൊക്കെ മുക്കിയിട്ട് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുണ്ടല്ലോ നല്ലൊരു കാക്കബന്തി ചെടിയാണ്. അപ്പോൾ ഇത് നമ്മുടെ കറിവേപ്പിൻ്റെ ചുവട്ടിൽ തന്നെ വിത്ത് വീണ് മുളച്ചതാണ്. ഈ ഒരു കാക്കബന്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ, ഇത്രേ ഹൈറ്റ് വെക്കുള്ളൂ, ഓവർ ഹൈറ്റ് വെക്കുന്നൊരു ചെടിയല്ല. പിന്നെ ഇതിൽ നിറച്ചിങ്ങനെ മുട്ടുകളും ഉണ്ടാവും കേട്ടോ. അതായത് ഇപ്പോൾ ഒരു മുട്ട് വന്നിട്ടുണ്ട്, ഇതൊരു കുഞ്ഞുമുട്ട്, ഇവിടെ ഒരു ചെറിയ മുട്ട്, അങ്ങനെ ഇതൊരു നല്ലൊരു ചെടിയായിട്ട് ഇനി വരുവേ. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ, ആ ഒരു കറിവേപ്പിൻ്റെ ചൂടുഭാഗം ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് നല്ല വളങ്ങളും കൂടെ കൊടുക്കുമ്പോൾ ചെടി നല്ല ഉഷാറായിട്ട് വരുവേ. കുറച്ച് ചോടകത്തി ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കും കേട്ടോ. ചെറിയൊരു തടം പോലെ എടുക്കണേ. ഇതാട്ടോ, ഇതുപോലെ ഒരു തടം നമ്മൾ ആദ്യം കറിവേപ്പിൻ്റെ ചുവട്ടിലെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചെടികൾക്ക് കൊടുക്കാനുള്ള വളമായിട്ട് ഞാനിവിടെ ഫസ്റ്റിലെ കുറച്ച് ചാണകപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചാണകപ്പൊടി ഉണ്ടല്ലോ നമ്മുടെ എല്ലാ തരം ചെടികൾക്കും നമുക്ക് കൊടുക്കാനുള്ള നല്ലൊരു വളമാണ് കേട്ടോ ചാണകപ്പൊടി. പിന്നെ അത് കൂടാതെ പിന്നീട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് ഇത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇത് നമ്മുടെ എല്ലുപൊടി. അപ്പോൾ ഇതും ഇതുപോലെ തന്നെ ഒരു വളം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് ചാരം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ കൂടെ നമ്മൾ വിറക് കത്തിക്കുന്നവരുടെയൊക്കെ അടുത്ത് എന്തായാലും ചാരം ഇല്ലാതിരിക്കില്ല. ഇതും ഇതുപോലെ നമ്മൾ ഒരു ചിരട്ടിയോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയുണ്ടല്ലോ നമ്മൾ ഇട്ട് കൊടുത്തേക്കണ ഈ വളങ്ങളെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ വേപ്പിൻ്റെ ചോട്ടിൽ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഉണ്ടല്ലോ ഈ ഒരു വളം ഇട്ടതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഇച്ചിരി നമ്മുടെ ഈ ഇതുണ്ടല്ലോ ശീമക്കൊന്നേൻ്റെ ചപ്പ് നമുക്കൊന്ന് ചോട്ടിക്കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ശീമക്കൊന്നേൻ്റെ ചപ്പ് കിട്ടാൻ നിവൃത്തിയില്ലാത്തവർക്ക് നമ്മുടെ സാധാ കരികല ഉണ്ടല്ലോ, കരികല ഇട്ട് കൊടുത്തിട്ട് അങ്ങ് നമുക്ക് നല്ലോണം ഒന്നങ്ങ് മൂടി കൊടുക്കാവേ. അതിന് ശേഷം ഉണ്ടല്ലോ നമ്മുടെ ചെടീൻ്റെ ചുവട് നല്ലോണം ഒന്ന് നനച്ച് കൊടുക്കണേ. അപ്പോൾ ഇപ്പോൾ ഞാനീ നനയ്ക്കുന്നത് നമ്മുടെ സാഫ് എടുത്തതിൻ്റെ കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതിലോട്ട് ഞാൻ ഇച്ചിരി വെള്ളം ചേർത്തിട്ട് അതങ്ങ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ.
നമ്മുടെ സാധാ പച്ചവെള്ളം ഒഴിച്ച് എല്ലാ ദിവസവും നമുക്ക് ഒരു നേരം നല്ലോണം നമ്മുടെ ചെടീനെ നനച്ചു കൊടുക്കണം. ഇതുപോലെ നിൽക്കുന്ന ചെടിയുണ്ടല്ലോ, ഒരു 2-3 ആഴ്ച കൊണ്ട് നല്ല പുതിയ തളിർപ്പൊക്കെ ആയിട്ട് നമ്മുടെ ചെടി വരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻ ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ കാണിച്ചു തരാവേ. അപ്പോൾ ഇതുപോലെയൊക്കെ കറിവേപ്പ് ചെടി ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിലേക്ക് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ. നമുക്ക് നല്ല ഭംഗിയുള്ള ചെടിയാക്കി എടുക്കാനായിട്ട് പറ്റൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുപോലെയൊക്കെയുള്ള കറിവേപ്പും ചെടി ഇതുപോലെ മുരടിച്ച് നിൽക്കുന്നതൊക്കെ ആരുടെയെങ്കിലുമൊക്കെ കൈവശം ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്ത് നോക്കൂ കേട്ടോ. ഇപ്പം നല്ല മഴയൊക്കെ അങ്ങ് പെയ്ത ഒരു ടൈം ആയതുകൊണ്ട് ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പം പെട്ടെന്ന് പുതിയ തളിർപ്പായിട്ട് വന്ന് നല്ലൊരു ചെടിയാകുന്നതാണ്. അപ്പം ഞാൻ ഈ ചെയ്ത് തന്നത് നിങ്ങൾ ഇതുപോലത്തെ ചെറിയ പ്ലാന്റൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം 100% റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇതിന് മുന്നേ ഇതുപോലെയൊക്കെ ചെയ്തവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളും കൂടെ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാ കൂട്ടുകാരും ഉണ്ടല്ലോ ലൈക്ക് ചെയ്യാനും എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റുകൾ അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. ബൈ.